പൊന്നാനി താലൂക്കിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ ഒരു കെട്ടിടത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്ന ആശയത്തോടെ നടന്ന സിവിൽ സ്റ്റേഷൻ അനുബന്ധ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. നിലവിലുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പരിമിതികൾ വളരെ ഗൗരവമായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കാനുള്ള സ്ഥലപരിമിതിയും സൗകര്യക്കുറവുകളും ജനപ്രതിനിധികളും അവിടെ എത്തിച്ചേരുന്ന വിവിധങ്ങളായിട്ടുള്ള ആളുകളും വളരെ ഗൗരവത്തോടെ ഉന്നയിക്കാറുള്ള ഒരു പ്രശ്നമാണ്. പൊന്നാനി താലൂക്കിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും ഒരു കുടക്കീഴിൽ വരണം എന്ന ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ബഹുമാനപ്പെട്ട പൊന്നാനി MLA ശ്രീ P. നന്ദകുമാർ ഈ പ്രശ്നം വളരെ ഗൗരവമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പൊന്നാനിയിലെ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾക്കുള്ള സൗകര്യക്കുറവും അതോടൊപ്പം തന്നെ പൊന്നാനി പ്രദേശത്തുള്ള വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും വളരെ ഗൗരവത്തോടെ അദ്ദേഹം സർക്കാരിനെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഭാഗമായി 2022-23 ബഡ്ജറ്റിൽ അനുബന്ധ നിർമ്മാണത്തിനുള്ള പ്രപ്പോസൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ കേരളത്തിലെ ഗവൺമെൻറ് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവ് പ്രകാരം അനുവദിക്കുകയായിരുന്നു. നിലവിലെ മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ പരിമിതികളും കൂടാതെ വാടക കെട്ടിടങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന മറ്റ് സർക്കാർ ഓഫീസുകളും ഒന്നിച്ച് ഒരു കുടക്കീഴിൽ പ്രവർത്തിക്കുന്നതോടെ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഏറെ സഹായകരമായി തീരും. 2022-23 വർഷത്തെ ബഡ്ജറ്റിൽ അനുബന്ധ നിർമ്മാണത്തിന് 10 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ P. നന്ദകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ശിലാഫലക അനാച്ഛാദനവും അദ്ദേഹം നിർവഹിച്ചു. പൊന്നാനിയിൽ ഇതിനോടകം 107 കോടി രൂപയുടെ വികസനം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല നിരവധി പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഇൻഡസ്ട്രിയൽ ഹബിന്റെ ടെൻഡർ നടപടികൾ വൈകാതെ ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം, എടപ്പാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV സുബൈദ, പൊന്നാനി നഗരസഭാ കൗൺസിലർ സീനത്ത്, മുൻ ചെയർപേഴ്സൺ CP മുഹമ്മദ് കുഞ്ഞി, കൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചു. 1997.39 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 3 നിലകളിലായാണ് പുതിയ കെട്ടിടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഭിന്നശേഷി സൗഹൃദമായ രീതിയിൽ വിഭാവനം ചെയ്ത കെട്ടിടത്തിൽ എല്ലാ നിലകളിലും ശുചിമുറികൾ, താഴത്തെ നിലയിൽ റാമ്പ്, ഗോവണികൾ, ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പുതിയ കെട്ടിടത്തെ നിലവിലുള്ള കെട്ടിടവുമായി ബന്ധിപ്പിക്കുന്നതിന് ഒരു കണക്ഷൻ ബ്രിഡ്ജ് സംവിധാനവും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 1 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. Alfonso, it's a great thing. Delicioso. Are Akbar Travels in Italy? Yes, they have an office there in Roma, also in the UK, USA, Gulf. Very good service. Yeah, very good service. How is your trip so far? Simply wonderful trip to India. Our travel partner took care of everything for us. Visa, hotel bookings at different places, flights, money transfer. Do you know, it's an Indian company. Akbar Travels. Correcto. Excuse me. Yes. Are you from Italy? Yes, we are. We are visiting Italy next month. Buono. Good. We will be visiting Venice, Milan, Rome. Everything's arranged. Akbar Travels? Yes, Akbar Travels. For over 40 years, one Indian company has been bringing people closer. Akbar Travels, your travel partner.